നമ്മളൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ എളാപ്പാൻ്റെ വീടിൻ്റെ കട്ടിലക്കലാണ്. അപ്പം എല്ലാവരും വീട്ടിൽ കൂടുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു വ്ളോഗ് ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ വർഷങ്ങളോളം പഴക്കമുള്ള തറവാട്. എന്താ ഇവിടെ പരിപാടി? ആരെ കട്ടിലക്കല്? ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളതാ നിങ്ങള് കട്ടിലക്കല. ഇതാണ് നമ്മളെ ആപ്പ നോക്കി ജസ്റ്റ് നോക്കി. അപ്പൊ ഇതാണ് വീടിന്റെ തറ വരുന്നത്. അപ്പൊ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണോണ്ട് തന്നെ ഇവര് ദാർപ്പായൊക്കെ ഇങ്ങനെ കെട്ടിയെടുക്കാണ്. പിന്നെ ഓരോരുത്തരും ഓരോ പരിപാടിയിലാട്ടോ. കുറെ പേര് നമ്മളെ ഹൽവയും ജിലേബിയും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ നമ്മളെ മൂത്താപ്പാരും കസിൻസും എല്ലാവരും ഇതങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രംഗങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴയും ഒക്കെ കൂടി അല്ലായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ മാസിയും ആദു രണ്ടുപേരും നോക്കിയിരിക്കുകയാണ്. പറയുമ്പോ ഇല്ല പറയില്ല എന്ന് പറയുന്നതാണ് ആ കാണിക്കണത്. പിന്നെ വല്യമ്മ അവിടെ ഇരുന്ന് ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലാസ്റ്റ് കുഞ്ഞമ്മ ഈ ചാപ്പക്കാരെ വരവ് പറഞ്ഞ പോലെ ചാപ്പക്കാരെ വരവെത്തിയിട്ടുണ്ട്. പിന്നെ മിന്നുതാത്ത വ്ളോഗ് എടുക്കണല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ് ആ കാണുന്നത്. പിന്നെ മാമിന്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ബോക്സ് ഒക്കെ പിടിച്ച് വരുന്നത് അൻസിഫാണ്, മറ്റാരും അല്ല. വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മുഖം പുത്തണത്. പിന്നെ മൊമ്മത് നോക്കിയിട്ട് ചിരിച്ചു തരുന്നുണ്ട്. പക്ഷെ ഒന്നും പിടിക്കാൻ വയ്യാന്നാ പറഞ്ഞത്. പിന്നെ ഏതായാലും കിട്ടിയ ചാൻസ് അല്ലേ, 3 മൂത്താപ്പാരെ ഒപ്പം കിട്ടിയപ്പോൾ നേരെ ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ ഒരു മൂത്താപ്പാൻ അതിൽ മിസ്സിംഗ് ആണ്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് മെയിനായിട്ട് പണി വീഡിയോ എടുക്കലല്ലേ. അപ്പൊ ഫുൾ വീഡിയോ എടുത്ത് അടക്കിയിരുന്നു കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്യണേ. എന്താ പാട്, സുഖല്ലേ? മാമി വീഡിയോയിൽ വെടിവെച്ചിട്ട് ഇതിൽ കൂടി വന്നപ്പോൾ ഞാൻ ഇതിൽ കൂടി വന്നിട്ട് വേഗം വീഡിയോ എടുത്ത്. ലേഫാദി ഇത് ഞാൻ കൊടുന്നല്ല, അഷർഫാ കൊടുന്നതിന് വേഗം അവരെ പോയി എടുത്തോന്നും പറഞ്ഞിട്ട് മാറിക്കണത്. പിന്നെ നമ്മുടെ അലനതാ നൈസായിട്ട് നമ്മളെ നോക്കുന്നുണ്ട് എന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ അറിയാത്ത പോലെ ഇരുന്നേരം വേഗം എടുത്തോന്നും പറഞ്ഞ് ഇരുന്നേരനെയാണ് ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ടൊന്ന് വന്നപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊറാട്ടപ്പെട്ടി നേരത്തെ കാലത്ത് പൊട്ടിക്കുന്നുണ്ട്. സംഭവം ഒന്നുകൊണ്ടല്ല, ഇന്ന് മൺഡേ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർക്കും ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിതാത്ത ടീച്ചറാണ്. അപ്പോൾ അവിതാത്തക്ക് ക്ലാസ്സിന് പോകണം, വേഗം ഫുഡ് എടുക്കുന്നു പറഞ്ഞിട്ട് പൊട്ടിക്കണതാണ് ഈ കണ്ണത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ലമിതാത്തി ഉണ്ട് കേട്ടോ. 2 പേർക്കും വർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് വേഗം ഫുഡ് കഴിക്കുകയാണ് ഈ കാണുന്നത്. പിന്നെ ജസിക്കാക്ക ഏതായാലും പൊട്ടിച്ചില്ല, ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. കട്ടിലൊക്കെ 9 മണിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കട്ടിലൊക്കാൻ വേണ്ടിയിട്ട് ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്. മാഷാഅല്ലാഹ്. അപ്പോൾ എല്ലാവരും കൂടി കട്ടിലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ആ വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മായികളും മൂത്തന്മാരും ബാക്കിയുള്ള കസിൻസും എല്ലാവരും വലിയമ്മയും എല്ലാവരും ഇങ്ങനെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാസിയും അതൊക്കെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ്. ആൻഡ് ഫൈനലി ഇതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും ബാക്കി പണികളും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുകയാണ്. പിന്നെ കട്ടിലച്ചന്റെ സന്തോഷത്തിൽ എല്ലാവർക്കും മധുരവും ചായ ഒക്കെ കൊടുക്കുകയാണ്. ആ വിഷ്വൽസ് ആണത്. പിന്നെ മധുരമായിട്ടുള്ള ഐറ്റംസിൽ ഞാനും എൻ്റെ അമ്മായികളും വല്യമ്മയും ഉപ്പയും ഒരു മോശമല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരെ തിന്നിട്ടില്ലത്. പിന്നെ അടുത്ത് വരുന്ന ക്ലിപ്പ് ഇതെന്തായാലും ഇതിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചാണിത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് മെയിനായിട്ട് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നമ്മുടെ മൂത്താപ്പ റഷീദ് മൂത്താപ്പ ഇതെല്ലാം കറക്റ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊറാട്ടയും പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നിട്ടോ നമ്മളെ മെയിനായിട്ടുള്ള ചെയ്യുന്നത്. പിന്നെ നിസികാക്കും സാലോക്കും നൈസായിട്ട് ആദ്യം വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഫസ്റ്റിൽ മൂത്താപ്പാരും ഉസ്താദമാരും എല്ലാവരും കൂടി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും അതുപോലെ കസിൻസ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. ആൻഡ് തേർഡ് ട്രിപ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ജൂനിയർ നിസികാക്ക നമ്മൾ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. ശേഷം നമ്മുടെ കൂടെ കളിക്കാനും അങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരാഗ്രഹം തറവാടിൻ്റെ ഒരു വീഡിയോ എടുത്താലൊന്ന്. സംഭവം നല്ല വൃത്തിക്കൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എന്ന് എടുക്കാനാണോ എന്നറിയില്ല. അപ്പം പിന്നെ ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ കയറി വരുന്നോടത്ത് തന്നെ സെൻട്രൽ റൂമുണ്ട്. ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റൂമുണ്ട്. അവിടെ നമ്മൾ കേക്കാറ എന്നാ പറയുക. കേക്കാറ അങ്ങനെ നമ്മൾ പറയാറ്. പിന്നെ ഈ കാണുന്ന റൈറ്റിലുള്ള റൂം ഇത് നമ്മൾ പടിഞ്ഞാററ എന്നാ പറയല്. ഇതിൽ പത്തായം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ടത്തെ നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇത് നമ്മൾ നടുറൂം, അതായത് നമ്മൾ കയറി വരുന്നിടത്തുള്ള റൂം. അതിൽ ഈ കാണുന്ന സംഭവം അതിൽ ഈ ഷെൽഫിന് നമ്മൾ ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. സംഭവം ഒന്നല്ല, ചെറുതിൽ കുറേ കൊത്തി പിടിച്ച് കയറിയിക്കണേ. കണ്ടില്ലേ ഡെമോ. അതിൽ ഐഫ വെച്ച പോലെ സ്റ്റൂളില്ല എന്നുള്ളൂ. സ്റ്റൂളില്ലാത്ത ബാക്കിയൊക്കെ നമ്മൾ അതിമ പിടിച്ച് കയറിയിട്ട് ബാക്കി ചുമരോ ചവിട്ടി കയറലായിരുന്നു നമ്മളെ പണി. പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് കോണി റൂമിലോട്ടാണ്. കോണി റൂമിൽ നേരെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് പുറത്തോട്ടുള്ള ഡോറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഓവുള്ള റൂമുണ്ട്, അതായത് ഓവുമുറി എന്നാണ് പറയല്. അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമുണ്ട്. പിന്നെ കോണി റൂമിൽ അല്ലെങ്കിൽ കോണിമുറിയിൽ നമ്മളെ മേലോട്ട് 3 റൂമുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. ശേഷം നേരെ വന്നത് ഡൈനിങ് ഹാളാണ് ഉള്ളത്. പിന്നെ ഹാളിൽ നിന്ന് പുറത്തോട്ടേക്കുള്ള ഒരു ഡോറുണ്ട്. അവിടെ നിന്ന് നേരെ നമുക്ക് കൊലായ്മക്കും എത്താം. അതോടൊപ്പം തന്നെ കൊലായ്മക്ക് കയറാനുള്ള ഒരു ചെറിയ ഡോറും കൂടി വേറെ ഉണ്ട്. പിന്നെ ഹാളിൽ നിന്ന് നേരെ കിച്ചണിലോട്ടാണ്. കിച്ചണിൽ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. അതോടൊപ്പം തന്നെ പുറത്തോട്ട് ഒരു ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുറത്ത് നമ്മുടെ നെല്ലുത്തുമുറി പറഞ്ഞിട്ട് ഒരു റൂം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ശേഷം എല്ലാ പരിപാടികളും
എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം.